ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. വിശുദ്ധ തിരുവെഴുത്തുകളെ സ്നേഹിക്കുകയും പഠിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ സാമാന്യമായി ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ പ്രേക്ഷകരിൽ നിന്നുള്ള അനേകം ചോദ്യങ്ങൾക്ക് വ്യക്തവും തൃപ്തികരമായ മറുപടി വേദപുസ്തക അടിസ്ഥാനത്തിൽ തരുവാൻ പ്രശസ്ത ഹിബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വർട്ടമിൽസറിലൂടെ സാധിച്ചു എന്നതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. ഇന്നും നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം പറവാൻ അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 3-ാം വാക്യത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളിൽ ഇപ്രകാരമാണ് ആ വചനം: "There will no longer be any curse, and the throne of God and of the Lamb will be in it, and his bond servants will serve him." യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ ഇരിക്കും, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ഈ വാക്യത്തിന്റെ വിശദീകരണം എന്താണ്? ഓക്കെ, താങ്ക് യു മാം. ചോദ്യം ചോദിച്ച ആളിനോട് വളരെ നന്ദി. Is it something actually in my range or in my capacity to answer? I don't know. എൻ്റെ റേഞ്ചിലല്ല, എൻ്റെ കപ്പാസിറ്റിയിൽ ഇതിന് മറുപടി പറയാൻ കഴിയുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഈ മർമാണി പഠിച്ചോം പശുവിനെ തല്ലാൻ പോകുന്ന ഒരു കഥ കേട്ടിട്ടുണ്ട്. പശു വേലി പൊളിച്ച് കൃഷി തിന്നുക. അപ്പോൾ ഒരു നമ്പൂതിരി അതിലെ വന്നു. പുള്ളി മർമാണിയൊക്കെ പഠിച്ച ആളാണ്. ഒരു മടലെടുത്ത് പശുവിനെ തല്ലാൻ പുള്ളി നോക്കി, എവിടെ തല്ലിയാലും പശു ചാവും. അവിടെ എല്ലാം ഓരോ മർമ്മങ്ങളുണ്ട്. പുള്ളി ഇങ്ങനെ ഊങ്ങിക്കൊണ്ട് നിൽക്കുക, പുള്ളി കടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വഴിയൊരു ചെക്കൻ വന്നു. ചെക്കനാക മടലും കൊണ്ട് മേടിച്ചിട്ട് അറിഞ്ഞം പൊറിഞ്ഞ് അടി തുടങ്ങി. പശു ഓടിപ്പോയി, ചത്തുമില്ല. അപ്പം ഈ തിരുവെഴുത്ത് അതിൻ്റെ ഗൗരവം എന്തോന്ന് അറിയാമെങ്കിൽ മറുപടി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നും അറിയത്തില്ലെങ്കിലോ വേറൊരു ചിന്തയോട് ചേർന്ന് പറയാം. മറ്റ് 3 ചിന്തകൾ അതിനെപ്പറ്റി പറയുമ്പോൾ ഒരു വേദശാസ്ത്രിയുടെ അഭിപ്രായത്തിൽ മറ്റേ പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തള്ളിവിടാൻ കഴിയും. നമ്മൾ ഇവരൊന്നും പറയാൻ പോകുന്നില്ലല്ലോ. നമുക്ക് തിരുവെഴുത്തിൽ പറയേണ്ടത് ഒന്ന്, അവൻ്റെ ദാസന്മാർ അവൻ്റെ മുഖം കണ്ട് ആരാധിക്കും. കർത്താവിൻ്റെ ദാസന്മാർ കർത്താവിൻ്റെ മുഖം കണ്ട് ആരാധിക്കും. അവിടെ നമ്മളങ്ങോട്ട് പുറമോട്ട് തുടങ്ങിയാൽ കർത്താവിൻ്റെ മുഖം കണ്ട് ആരാധിക്കുവാൻ പെർമിഷൻ ഉള്ളത് കർത്താവിൻ്റെ ദാസന്മാർക്ക് മാത്രമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 2 ചിറക് കൊണ്ട് പാദം മൂടി, 2 ചിറക് കൊണ്ട് മുഖം മൂടി, 2 ചിറക് കൊണ്ട് പറന്ന് ഒരു ദൈവത്തെ ആരാധിക്കുന്നു. ഓ ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നു. നമ്മളിതങ്ങ് പറിച്ച് ഇറക്കുക. അവിടെ അവർ ദൈവത്തെ ആരാധിക്കുന്നില്ല. അവർക്ക് അതിനുള്ള പെർമിഷനും ഇല്ല. ദൈവത്തെ ആരാധിക്കുമെന്ന് കാണുന്നതിനും പോകുന്നതിനെല്ലാം കൊട്ടാവുന്ന ചെണ്ടയാണ് ദൈവം എന്നാണ്. അവനും എല്ലാം കൊട്ടിക്കൊണ്ട് പോകുന്നവർക്ക് കൊട്ടിയേക്കാന്ന് പറയുന്നത് ചെണ്ടയാണ് ദൈവം എന്നാണ് വിചാരിക്കുന്നത്. ആരും കയറി ആരാധിക്കാൻ. ഞാനൊരിക്കൽ ബഹ്റിൻ എയർപോർട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പം അവിടെ വലിയൊരു ഇതെന്ന് വെച്ചിരിക്കുന്നു, പിയാനോ വെച്ചിരിക്കുന്നു. ആർക്ക് വേണമെങ്കിലും വായിക്കാം. ഈ കാണുന്നതിനും പോകുന്നതിനെല്ലാം കയറി കെട്ടാനുള്ള ചുണ്ടയല്ല ദൈവം. ദൈവത്തെ ആരാധിക്കുന്നത് അതിന് പ്രിവിലേജ് ഉള്ളവർക്കേ പറ്റത്തുള്ളൂ. സ്വർഗത്തിലെ ഈ ദൂതന്മാര് 2 ചിറകുകൊണ്ട് മുഖം മൂടി. എന്തിന്? ദൈവത്തെ നോക്കാനോ കാണാനോ അവർക്ക് പെർമിഷൻ ഇല്ല. ദൂതന്മാർ ദൈവത്തിന്റെ മുഖം കണ്ട് ആരാധിക്കുന്നു.
ഇതുവരെ ആരാധിച്ചില്ലല്ലോ, മുഖം കണ്ടില്ലല്ലോ, ചിറക് മൂടിയിരിക്കല്ലോ. രണ്ട്, അവർ ഒരുത്തനോട് ദൈവത്തോട് പറയുന്നില്ല, ഒരുത്തനോട് ഖദോഷ് 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 അഡനായി സെബവോത്ത് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ഗോഡ് ഓഫ് ഹോസ്റ്റസ് ഇസ് ഹോളിയർ ദാൻ ദ ഹോളിയസ്റ്റ് ഓഫ് ഹോളിനെസ്. ഏറ്റവും വിശുദ്ധമായ ഒന്ന് എത്ര വിശുദ്ധമാണോ അതിനേക്കാൾ വിശുദ്ധനാണ് സ്വർഗസ്ഥനായ ദൈവം, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് എന്നവർ ഒരുത്തനോട് പറയാം. അതാ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത്. അവർക്ക് അത്രയുള്ള പെർമിഷനേ ഉള്ളൂ. ഇനിയും അതും ദൈവത്തിൻ്റെ ഒഫീഷ്യൽ സീറ്റുണ്ട്, ദൈവത്തിൻ്റെ കോർട്ട്. അവിടെ രണ്ട് സൈഡിലുമായിട്ട് 24 മൂപ്പന്മാരുണ്ട്, 12 വെച്ച്. ഭൂലോകത്തിൻ്റെ 4 കോർണറിനെയും ചുമതലയുള്ള 4 ജീവികളുണ്ട്. അവര് തങ്ങളുടെ കിരീടങ്ങളെ താഴ്ത്തി വെക്കുന്നു, എന്നിട്ട് അവർ വീണവർ ദൈവത്തെ നമസ്കരിക്കുന്നു. നമസ്കരിച്ച് അവർ ദൈവത്തോട് പറയുന്നു, അന്യോന്യമല്ല, പിന്നെ ദൈവത്തോട്. ആദ്യം പിതാവിനോട് പറയുന്നു, അങ്ങയുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾക്ക് ജീവൻ നൽകിയത് കൊണ്ട് സകല സ്തുതിയും സ്തോത്രവും ബഹുമാനവും ആരാധനയും പുകഴ്ചയും അങ്ങേക്കുള്ളത്. Unto you belong all the praise and glory and adorations and worship. Unto you belong എന്ന് ആരോട് പറയുന്നു? അവർ ദൈവത്തോട് പറയുന്നു. എങ്ങനെ? വീണ് കിടന്ന്. അത് ആരാധന. അത് കഴിഞ്ഞ് ഒരു പുത്രനോട് പറയുന്നു, കുഞ്ഞാടെ അവിടുന്ന് യോഗ്യൻ, അങ്ങ് അറുക്കപ്പെട്ടു, അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങളെ ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ജാതികളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി. അങ്ങയുടെ ദൈവത്തിന് ഞങ്ങളെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അതുകൊണ്ട് അങ്ങ് ആരാധനയ്ക്ക് യോഗ്യൻ. ആരാധന. അതിനാർക്ക് പെർമിഷൻ ഇല്ല? ദൂതന്മാർക്ക് പെർമിഷൻ ഇല്ല. പിന്നെ ആരാധിക്കുന്ന ആരെങ്കിലും പെർമിറ്റുള്ള ഈ പാവം നമുക്കാ. നമ്മൾ അബ്ബാ പിതാവ് എന്ന് വിളിച്ച് ആരാധിക്കുമ്പോൾ ദൂതം വിരണ്ട് നോക്കുന്നുണ്ട്. നമുക്കുണ്ടോ ഈ അവകാശം? ഡു വി ഹാവ് ദിസ് പെർമിഷൻ? നോ, നെവർ. ഇല്ല. ആരാധന നിസ്സാരമായ കാര്യമല്ല. ഇൻ ദ എൻഡ് സകലവും സമാപിച്ചു കഴിഞ്ഞ് പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ അവൻ്റെ ഭക്തന്മാർ നമ്മൾ മുഖത്ത് നോക്കി വീണ് നമസ്കരിക്കും. അവിടെ മുതൽ നമുക്ക് പുറമോട്ട് പോകണം. മുമ്പ് വായിച്ച വാക്യത്തിന്റെ ആദ്യം മുതൽ പറഞ്ഞു, യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല, ദൈവത്തിന്റെ യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ഇനിയും ഉണ്ടാകില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതുവരെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെയല്ലേ എൻ്റെ അർത്ഥം? മുമ്പോട്ടില്ല. അപ്പൊ നമുക്ക് ഇനി എന്ന് പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ 22-ാം അധ്യായമില്ലേ? എത്രാമത്തെ വാക്യം മുമ്പ് വായിച്ചത്? 3-ാം വാക്യം. അപ്പൊ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നമ്മൾ ശകലം ഡീസെൻട്രലൈസ്ഡായി, ലൊക്കേഷൻ ഒരു ശകലം മാറിപ്പോയി. നമ്മുടെ കുഴപ്പം അവൻ്റെ എൻ്റെ കുഴപ്പമല്ല. ഈ ചാപ്റ്റർ തിരിച്ചോർ വാണിച്ചൊക്കെയുള്ള കാര്യമാണ്. അല്ലയോ? 21-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി
സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. അത് കഴിഞ്ഞുപോയി. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. ഒന്നാമത്തേത് എന്ന് പറഞ്ഞത് അല്ല, ശരിയായ വേർഷൻ ഇതിനു മുമ്പുണ്ടായിരുന്ന കഴിഞ്ഞുപോയെന്ന. അപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നതിന് മുൻപ് ഒരു ആകാശവും ഭൂമി ഉണ്ടായിരുന്നു. അത് നമ്മൾ താമസിക്കുന്ന ഈ സോളാർ സിസ്റ്റം. ഈ സോളാർ സിസ്റ്റത്തിൻ്റെ സെൻട്രൽ സൂര്യനാണ്. ഈ സൂര്യനിൽ നിന്നുള്ള രശ്മികളാണ് ഈ സോളാർ സിസ്റ്റത്തെ എനർജൈസ് ചെയ്യുന്നത്. ആണല്ലോ, എനർജൈസ് ചെയ്യുന്നത്. ഈ സോളാർ സിസ്റ്റത്തിൽ മറ്റ് സ്റ്റാർസ് ഉണ്ട്, ഇനിയും സാറ്റലൈറ്റ്സ് ഉണ്ട്, ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. മലയാളത്തിൽ ഞങ്ങൾ ഉപദ്രവങ്ങൾ എന്നാണ് പറയുന്നത്. ഈ സ്റ്റാർസിൽ നിന്ന് ഇതിൽ നിന്ന് വരുന്ന ലൈറ്റാണ് ഈ ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം എനർജൈസ് ചെയ്യുന്നത്. അതിൽ ഫൗൾ ഇഫക്റ്റും ഗുഡ് ഇഫക്റ്റും പോസിറ്റീവും നെഗറ്റീവും ഉള്ള ഇഫക്ട്സ് ഉണ്ട്. ഇപ്പം ചില സമയത്ത് സൂര്യരശ്മി മേത്തടിക്കുന്നത് നമുക്ക് ദോഷമാണ്. സൺഷോക്ക് എന്ന് പറയത്തില്ലേ, ദോഷമാണ്. ഇപ്പം നല്ല ഉച്ചയ്ക്ക് വെയിലത്ത് കൊണ്ടെന്തെങ്കിലും ഉണങ്ങാനിട്ടാൽ ഭക്ഷ്യസാധനങ്ങൾ ഉണങ്ങി കിട്ടും. രാവിലെ സന്ധ്യയ്ക്കോ കിട്ടത്തില്ല. അപ്പോൾ ഡിഫറെൻ്റ് ഇഫക്റ്റാണ് ലൈറ്റിനുള്ളത്, അല്ലേ? ഇതുപോലെ സ്റ്റാർസിൻ്റെ ലൈറ്റുണ്ട്. അതിനാണ് ദോഷ നക്ഷത്രങ്ങൾ, ദോഷജാതകം എന്നൊക്കെ പറയുന്നത്. മീൻസ് റോങ് ലൈറ്റ് ഭൂമിയിൽ പതിക്കുന്ന സമയത്ത് അതിനാണ് ലൈറ്റിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ആ ദോഷത്തിൻ്റെ കീഴിലാണ് ഈ നമ്മളെല്ലാവരും ഇപ്പോൾ വസിക്കുന്നത്. അതിൽ സ്റ്റാർ പവറിൻ്റെ ദോഷത്തിൽ നിന്ന് രക്ഷയുള്ള ഒരേ ഒരു വർഗം നമ്മളാണ്. ഇപ്പം മറ്റു സമുദായത്തിൽപ്പെട്ടവര് അവർ ജാതകം എഴുതുമല്ലോ. ജാതകം എഴുതുമ്പോൾ നിന്റെ ദോഷ നക്ഷത്രമാണ്, ദോഷ ജാതകമാണ്, ദോഷ ജന്മമാണ്. അന്ന് ദോഷ നക്ഷത്രമായത് ആ നക്ഷത്രത്തിൻ്റെ ഇഫക്റ്റ് ഉള്ള സമയത്താണ് നീ ജനിച്ചതുകൊണ്ട് അതിൻ്റെ എല്ലാ ദോഷവും നിന്റെ മേലുണ്ടായിരിക്കും. ഈ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ആ ദോഷ നക്ഷത്രത്തിൻ്റെ കീഴിലല്ലിപ്പം. ഫോർ എക്സാമ്പിൾ, ബൈ ബർത്ത് ഞാനൊരു ദോഷ ജാതകത്തിലാണ് ജനിച്ചെന്നിരിക്കട്ടെ, ദോഷ നക്ഷത്രത്തിൽ ജനിച്ചെന്നിരിക്കട്ടെ. അത് പ്രകാരം ഞാൻ എൻ്റെ നല്ല യൗവനത്തിൽ മരിക്കണമെന്നിരിക്കട്ടെ. മരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, സപ്പോസ്. എത്രയോ പേര് പറയുന്നത് ഇവൻ്റെ 12ാമത്തെ വയസ്സ് മരിക്കും, 25ാമത്തെ വയസ്സ് മരിക്കുന്നൊക്കെ പറയത്തില്ലേ? ജാതക ദോഷമാണെന്ന് പറയത്തില്ലേ? നമ്മൾ ഈ കുഞ്ഞാടിൻ്റെ ചോരയ്ക്ക് ഉള്ളിൽ മറഞ്ഞപ്പം നമ്മൾ പഴയ മറിയാമ്മച്ചൊരു പാട്ട് പാടിയാൽ, ഫറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോന് ഞാൻ അന്യനല്ല, എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, കുഞ്ഞാടിൻ്റെ വിലയേറിയ നിണത്തിൽ മറഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ട ആ ദിനത്തിൽ. അപ്പൊ ഈ ദോഷഫലത്തിന്മേൽ വിക്ടറിയുള്ള ഒരേ ഒരാൾക്കാർ നമ്മളാ. യൂഡാസ്മി ബാബുസാറിന്റെ വല്ല തെളിവ് തരാവുന്ന തെളിവ് ഞാൻ തരാൻ പോവാ. ഈ ഭൂമിക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലയോ? ഉണ്ട്. എന്തെങ്കിലും മേപ്പോട്ടൊന്ന് പോകാൻ ശ്രമിച്ചാൽ അവന് നേരെ പിടിച്ച് താഴെ നിർത്തത്തില്ലയോ? അത്രങ്ങ് കിടന്നൊന്നും പോകണ്ട, നിക്കട അവിടെ നിന്ന് അറിയല്ലേ? ആണല്ലോ.
ഒരു 33.5 വയസ്സുകാരൻ ഒലിവലയുടെ മണ്ടയ്ക്ക് വന്ന് 10,000-2000 വർഷം മുമ്പ് ബൈ സ്ലോ ഡിഗ്രി ഉയരുക. ഇതേ ഭൂമി തന്നെയാണല്ലോ, അതെ ഇതേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടല്ലോ, അതെ പിന്നെ പിടിച്ചു നിർത്താൻ ഞാൻ എന്താ? ആ ഫോഴ്സിന് ആ ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ നിയന്ത്രിക്കാൻ അതീതമാണ്. കഴിയുന്ന ഒരു പവറാണ് ഉയർപ്പിൻ ജീവന്റെ വ്യാപാര ശക്തി. Yes. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ശക്തി, ആത്മാവ് നിങ്ങൾ വ്യാപരിക്കുക. ആ ആത്മാവ് ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചവർ നിങ്ങളെ മറിച്ച ശരീരങ്ങളെ ജീവിപ്പിക്കുമെന്ന്, കൊണ്ടുപോകുമെന്ന്. അതാണ് നമ്മൾ വ്യാപരിക്കുന്ന ദൈവശക്തി എന്ന് പറയുന്നത്, ഉയർപ്പിൻ ജീവന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ലോകം ദോഷലോകമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട്? രോഗമുണ്ട്, ദുഃഖമുണ്ട്, പ്രകൃതി ദുരന്തങ്ങളുണ്ട്, അകാല മരണമുണ്ട്, അല്ലേ? ഇതെല്ലാം ഉണ്ട്. ഒരു ദിവസം ഈ ഭൂമിയെ ദൈവം ന്യായം വിധിക്കും. തീയുണ്ട്. രണ്ടാമത്തെ ഭൂമിയെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന ഭൂമി പൊടുപൊടെ പൊട്ടും, കിറുകിറ കീറും, കാവൽമാടം പോലെ ആടും, മത്തനെ പോലെ ചാഞ്ചാടും. അകൃത്യഭാരം നിമിത്തം ആ ഭൂമി തകരും. ആ തകർന്നു കഴിഞ്ഞിട്ട് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുന്നു. നമുക്കതിനെ എ ന്യൂ സോളാർ സിസ്റ്റം കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് അങ്ങനെ പറയണ്ടേ. ആ സോളാർ സിസ്റ്റത്തിന്റെ പ്രത്യേകത ഒന്ന്, അവിടെ സമുദ്രമില്ല. ഇപ്പൊ നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു ഫാക്ടറാണ് സമുദ്രത്തിന്റെ നിയർനെസ്, അല്ലേ? എക്കോസിസ്റ്റം നിയന്ത്രിക്കുന്നത്. അവിടെ ആരല്ല നിയന്ത്രിക്കുന്നത്? സമുദ്രത്തിന് സ്ഥാനമില്ല. അവിടെ വെള്ളമുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നു, അല്ലേ? ഉത്തമ ശുഭ്രമായ ജീവജല നദി ഒരുങ്ങുന്ന അവിടെ വെള്ളമുണ്ടല്ലോ, ഉണ്ട്. പക്ഷെ ആരില്ല? സമുദ്രമില്ല. എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലെ വെള്ളം നീരാവിയായിട്ട് പൊങ്ങിപ്പോയി മഴയായിട്ട് തിരിച്ചു വരുന്ന ആ എക്കോസിസ്റ്റം അല്ല ആ ഭൂമിയുടേതെന്ന്. 2, അവിടെ സൂര്യനില്ല. അപ്പൊ അതിന്റെ എനർജി സോഴ്സ് ആരല്ല? സൂര്യനല്ല. പുതിയ ഭാഗത്തിന്റെ, പുതിയ ഭൂമിയുടെ എനർജി സോഴ്സ് സൂര്യനല്ല. സൂര്യനിൽ നിന്നോ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നോ ഉള്ള ലൈറ്റാണ് എനർജി സോഴ്സ് എങ്കിൽ അവിടെ എന്തുകൊണ്ട്? ദോഷമുണ്ട്. ഇവിടെ എന്തില്ല? ദോഷമില്ല. അപ്പൊ അതിന്റെ കുഞ്ഞാട് അതിന്റെ വിളക്കായിരിക്കും. അപ്പൊ ആ ഭൂമിയുടെ ലൈറ്റ് ആരാണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. മനസ്സിലായി? അപ്പൊ കർത്താവിൽ നിന്ന് എന്ത് വരുന്നില്ല? ശാപത്തിന്റെ ലൈറ്റ് ഇങ്ങോട്ട് വരുന്നില്ല. ആ ലൈറ്റിൽ രോഗമില്ല, ദുഃഖമില്ല, മരണമില്ല, രാത്രിയില്ല, പകലില്ല. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. ഇനിയും അങ്ങനൊരു ലോകം ഉണ്ടായിരുന്നോ? ദാറ്റ് ഈസ് അനദർ ക്വസ്റ്റ്യൻ. അങ്ങനെ ലോകം ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് സൂര്യൻ ഉണ്ടായിരുന്നുള്ള ചോദ്യം. ആദാമിനെ സൃഷ്ടിച്ച ശേഷം ദൈവം സൂര്യനെ സൃഷ്ടിച്ചു. അപ്പൊ അതിനർത്ഥം എന്താ? അതിനു മുമ്പ് സൂര്യൻ ഇല്ലായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ആ ഭൂമിയുടെ എനർജി സോഴ്സ് ആരായിരുന്നു? ദൈവമായിരുന്നു എൻ്റെ എനർജി സോഴ്സ്. ആ ദൈവം എന്ന എനർജി സോഴ്സിൽ നിന്ന് എനർജി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളെക്കാൾ എത്രയോ ടൺ എനർജിയുള്ള ഡൈനോസേഴ്സ് അവിടെ ഉണ്ടായിരുന്നത്, അല്ലേ? അങ്ങനെ ജീവി ഇന്നുണ്ടായാൽ അതിന് കൊടുക്കാനുള്ള എനർജി ആരുടെയും ഇല്ല. സൂര്യനില്ല. ഇപ്പോഴത്തെ സോളാർ സിസ്റ്റത്തിന് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയത്തില്ല, അല്ലേ? നമ്മളതിലോ മനുഷ്യന്റെ സമാനമായ സ്കെലിറ്റൻ സ്ട്രക്ചറുള്ള ആളുണ്ടായിരുന്ന ആ സ്കെലിറ്റൻ നമ്മൾ കണ്ടെത്തിയതെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവർക്ക് ആരാ എനർജി കൊടുത്തത്? സാക്ഷാൽ ദൈവം എനർജി കൊടുക്കുകയായിരുന്നു. സാക്ഷാൽ ദൈവം എനർജി കൊടുക്കുകയായിരുന്നു. അവർ പാപം ചെയ്ത് ദൈവത്തിൽ നകന്നപ്പം ദൈവം അവരിൽ നിന്ന് തിരിഞ്ഞു.
പിന്നെ അവർക്ക് എന്തില്ല? ദൈവം എന്ന മാസീവ് എനർജി സോഴ്സിൽ നിന്ന് എനർജി കിട്ടാനില്ല. ഉം. ഡീക്കേഡ്, ഉം. അവർക്കെല്ലാം നാശം സംഭവിച്ചു. ഉം. ഇനിയും നമ്മുടെ 1000 ആണ്ട് വാഴ്ച കാലത്ത്, ഉം. ശ്രദ്ധിച്ചോണേ, ഉം. 1000 ആണ്ട് വാഴ്ച കാലത്ത് നമ്മൾ തിരിച്ചു പോകുന്നത് ഏദനിക് വേൾഡിലേക്കാണ്. ഉം. ഏദൻ തോട്ടത്തിലെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നത്. ഓക്കെ. ഉം. എപ്പോ? 1000 ആണ്ട് വാഴ്ച, 1000 ആണ്ട് ഉം. ഭൂമിയിൽ ഏദൻ തോട്ടമാണ്. ഉം. കൃഷിനാശമില്ല, വെള്ളനാശമില്ല. ഉം. എന്ന് പറഞ്ഞാലേ, നമുക്കിപ്പോൾ ഒരു 1000 മാങ്ങ നമ്മുടെ മാവിലുണ്ടായാൽ ഉം. ഒന്നും പാഴായി പോകത്തില്ല. 1000 പഴുത്ത് നല്ല മാങ്ങ അതിൻ്റെ അകത്ത് പുഴു കയറത്തില്ലെന്ന്, ഉം. ഉം. അല്ലേ? അത്രയും അതെ. മാങ്ങ നമുക്ക് പറിച്ച് തിന്നാം. ഉം. ഉം. നമ്മുടെ തെങ്ങയിലെ തേങ്ങ ഒന്നും പൊഴിഞ്ഞു പോകത്തില്ലെന്ന്. ഓക്കെ. നമുക്ക് വെട്ടിയിട്ട് ഇഷ്ടം പോലെ കരിക്ക് കഴിക്കാം, ഉം. അല്ലേ? ആദമിക് വേൾഡിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നത് എപ്പോ? 1000 ആണ്ടത്തെ വാഴ്ചയിൽ. 1000 ആണ്ട് വാഴ്ചയിൽ. അത് കഴിഞ്ഞ് ദൈവം ആ ഭൂമിയെ ചുട്ടരിക്കും, ഉം. തീ കൊണ്ടൊക്കെ ചുട്ടരിക്കും അന്ത്യന്യായവിധിയുടെ സമയത്ത്. ഉം. എന്നിട്ട് എന്തെന്നറിയോ? ദൈവത്തിൻ്റെ ഹോൾ സിസ്റ്റം. ഉം. ഇപ്പം ഒരാൾ കോളേജിൽ നിന്ന് ട്രാൻസ്ഫറായി വേറെ സ്ഥലത്ത് പോകുമ്പം കുടുംബം എല്ലാം ലോറിക്കകത്താക്കി പോകുന്നത് പോലെ. അവിടെ കൊണ്ട് മാറ്റിയിട്ട് അഡ്രസ്സ് മാറത്തില്ലയോ? അതെ, റീലൊക്കേഷൻ. എന്താ പറയുക? ദൈവം തന്നെ തന്നെ റീലൊക്കേറ്റ് ചെയ്യുക. ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ ദൈവത്തിന്റെ കൂടാരം. കൂടാരം. ദൈവത്തിൻ്റെ അഡ്രസ്സ് മാറി. ഉം. ഇപ്പം എവിടെ ദൈവം താമസിക്കുന്നത്? മനുഷ്യരോടുകൂടെ. മനുഷ്യനോടുകൂടി, അല്ലേ? അതെ. കുഞ്ഞാടാണ് അതിൻ്റെ വിളക്ക്. ഉം. ആ ഭൂമിയിൽ ഇനി എന്തുണ്ടാകത്തില്ല? ശാപം ഉണ്ടാകത്തില്ല. അപ്പോൾ അത് ഏത് ഭൂമിയാ? പ്രീ ആഡമിക് വേൾഡിലെ ഭൂമിയാണ്. ഉം. പ്രീ ആഡമിക് വേൾഡിലെ ഭൂമിയാണ്. ഉം. അതിനെപ്പറ്റിയാണ് വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ പ്രോബ്ലം ഉണ്ടായത് 21, 22 രണ്ട് അധ്യായങ്ങളായിട്ട് തിരിക്കരുതായിരുന്നു. ഓക്കെ, ഒരുമിച്ച്. ഒറ്റ കണ്ടന്റാ. ഉം. ഞാൻ മുമ്പ് മാമനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ പിന്നെ ഇവിടെ അയർലൻഡിൽ നിന്ന് ഒരച്ഛൻ ഉം. കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പായിട്ട് വന്നു. വലിയ പണിയും ചെയ്യും, ഇഷ്ടംപോലെ ചാപ്പാടുണ്ട്. ഉം. പണി കൂടെ കൂടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മാമൻ ഇനി ലണ്ടനിൽ വരും, ഞാൻ മാമനെ കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. ആർച്ച് ബിഷപ്പ് താമസിക്കുന്നത് ഈ പിന്നെ കാൻറ്റർബറിയിലെ ചർച്ച്. ഉം. അവിടെ നിന്ന് പോയി ഇങ്ങോട്ട് ഇറങ്ങി പോയി ഇങ്ങോട്ട് നടന്ന് ഒരു 10 മീറ്റർ നടക്കുന്നേ ഉള്ളൂ. ഉം. മറ്റു പണിയൊന്നുമില്ല. അച്ഛനിങ്ങനെ ബോറടിച്ച് വിചാരിച്ച് കാര്യം ചെയ്യാം, ഈ ബൈബിൾ എടുത്ത് അങ്ങ് അധ്യായങ്ങളായിട്ട് തിരിക്കാവുന്നുണ്ട്. ഉം. എഴുതി ആരും അധ്യായങ്ങളായിട്ട് തിരിച്ചതല്ലിത്. ഓക്കെ. ആ. ആ. അധ്യായങ്ങളില്ല. യെശയ്യാ ഉം. 1, 2, 3, 66 അധ്യായമായിട്ടല്ല യെശയ്യാ എഴുതിയത്. ഓക്കെ. യെശയ്യാ ഒറ്റ പുസ്തകം എഴുതിയതാ, അറ്റ് സ്ട്രെച്ച്. ഒറ്റ സ്ട്രക്ചർ. അതിനകത്ത് അധ്യായമില്ല. ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി ഇതിനെ അധ്യായമാക്കി. കൊള്ളാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാരീസിലെ ഒരു പ്രിന്റർ, പുള്ളിക്ക് ലിയോൺ എന്ന് പറയുന്ന സ്ഥലത്തോടൊരു യാത്രയുണ്ട്. ഒരു ഒരു കാര്യം ഈ കുതിര വലിക്കുന്ന വണ്ടിയിൽ കുറേ ദിവസങ്ങളെടുക്കും അപ്പ് ആൻഡ് ഡൗൺ യാത്ര. ഒന്നും ചെയ്യാനല്ലോ. പുള്ളി അച്ഛമ്മക്ക് ബൈബിൾ എടുത്ത് അങ്ങ് വാക്യങ്ങൾ തിരിക്കാവുന്നുണ്ട്. ഓക്കെ. ഇദ്ദേഹമാണ് എന്ത് ചെയ്തത്? ബൈബിൾ മുഴുവൻ വാക്യമാക്കിയത്. വാക്യങ്ങളൊക്കെയാണ്. ഒറിജിനൽ ബൈബിളിൽ വാക്യങ്ങളുമില്ല, അധ്യായങ്ങളുമില്ല. ഓക്കെ. ഈ വാക്യം അധ്യായം തിരിച്ചു വന്നപ്പോഴേ ഈ രണ്ട് കൂട്ടർക്കും പ്രോബ്ലം. ഇവർക്ക് ഇതിനെപ്പറ്റി വലിയ പിടിയില്ല. ഒരു പുള്ളി ആർച്ച് ബിഷപ്പായി, അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇതിനെപ്പറ്റി വലിയ പിടിയല്ലാത്തതുകൊണ്ടാണെന്ന്. മറ്റേ പുള്ളി പ്രിന്റർ അല്ലയോ, പുള്ളിക്ക് കിട്ടുന്ന പ്രിന്റ് ചെയ്യണമെന്നല്ല, അതിനപ്പുറം സംഗതി അറിയത്തില്ലല്ലോ. അപ്പോൾ എന്താ പറ്റിയ? വാക്യങ്ങളുടെ പകുതി വെച്ച് മുറിക്കുക, ഒരു സബ്ജക്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പകുതി വെച്ച് മുറിച്ചിട്ട് അടുത്ത അധ്യായം തുടങ്ങുക. ഇങ്ങനെയുള്ള കലാപരിപാടികളെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്.
ഒരുപാട് ഭാഗങ്ങൾക്ക് നമുക്ക് ആ അനോമലി നമുക്ക് കാണാൻ കഴിയും. ഓക്കെ. അങ്ങനെ വന്ന ഒരു അനോമലിയാണ് ഈ വെളിപ്പാട് 21, 22 അധ്യായങ്ങൾ. 22 അധ്യായങ്ങൾ. ഓക്കെ. അങ്ങനെ വരാതിരുന്നെങ്കിൽ നമുക്ക് ആൾക്കാർ കുറെ കൂടെ ഒരു വ്യക്തത ഇത് പഠിക്കുമ്പോൾ കിട്ടുമായിരുന്നു. ഓക്കെ. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇനി അതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ ചോദിച്ചിട്ടുണ്ടോ ചോദ്യകർത്താവ്? ഇല്ല, ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. ഇതിന്റെ ഒരു വിശദീകരണമാണ്, ഈ വാക്യത്തിന്റെ വിശദീകരണമാണ് ചോദിച്ചത്. ഓക്കെ, അങ്ങനെയാണ് ഇത് മോർ ദാൻ ഇനഫ് വിശദീകരണം. യെസ് യെസ് യെസ്. സാറ്റിസ്ഫൈഡ്. യെസ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? തീർച്ചയായിട്ടും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു എന്ന് കാണുന്നു. അതുപോലെ 1 ശമൂവേൽ 15-ാം അധ്യായം 10-11 വാക്യത്തിൽ അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേലിനുണ്ടായത് എന്തെന്നാൽ, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നും കാണുന്നു. ഈ 3 വാക്യങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ദൈവം ആത്മാവാകുന്നു, ഈ ആത്മാവിനെ എങ്ങനെ ദുഃഖിപ്പിക്കാം? ഗോഡ് ഈസ് സ്പിരിറ്റ് ആൻഡ് ഹൗ എ സ്പിരിറ്റ് ക്യാൻ ബി മെയ്ഡ് ടു ഗ്രീവ്. എബ്രായി ഭാഷയിൽ ഇത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് നമ്മുടെ വീണ്ടെടുപ്പിന് തടസ്സമാകുമോ? ഇതാണ് ചോദ്യം. നമുക്ക് താഴെ തുടങ്ങാം. 1, വീണ്ടെടുപ്പിന് തടസ്സമാകും. നിങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാരല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിലേക്ക് മുദ്രയിട്ടിരിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. പുത്രന് നേരെ നിങ്ങൾ എന്താ പറഞ്ഞാലും ക്ഷമിക്കും. പരിശുദ്ധാത്മാവിനെതിരായിട്ട് ദോഷം സംസാരിച്ചാൽ ക്ഷമിക്കത്തില്ല. അപ്പൊ എന്താ പരിശുദ്ധാത്മാവിനെ ദുഃഖിക്കുമെന്ന് പറഞ്ഞാൽ? ദൈവത്തിന്റെ എതിരായിട്ട് ദോഷം സംസാരിക്കുന്ന, ദൈവത്തിനെതിരായിട്ട് ദോഷം പ്രവർത്തിക്കുന്ന, ബീങ് ഡിസൊബീഡിയന്റ് ഓർ റിബല്ലിയസ് ടു ഗോഡ്. ദൈവത്തോട് നമ്മൾ റിബല്ലിയസ് ആകുക, ദൈവത്തോട് നമ്മൾ ഡിസൊബീഡിയന്റ് ആകുക. ഇതാ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്. ദൈവം ആത്മാവില്ല, ആത്മാവിനെ ദുഃഖിപ്പിക്കാൻ പറ്റുമെന്ന്? ദൈവം ആത്മാവായതുകൊണ്ടാണ് ദുഃഖിപ്പിക്കാൻ പറ്റുന്നത്. ഇപ്പം ഞാനൊരു ആചാര്യരെ കൊണ്ട് സ്വർണമോ വെള്ളിയോ അല്ലെങ്കിൽ ചെമ്പോ അവിടെ എന്തെങ്കിലും കൊടുത്തു, പുള്ളി നല്ലൊരു ദൈവത്തെ ഉണ്ടാക്കി തന്നു. ഈ ദൈവത്തെ ഞാൻ കൊണ്ടിട്ട് പൂജാവധി പ്രതിഷ്ഠിച്ചു. ഞാൻ എന്തോ ചെയ്താലും ആ പുള്ളിക്കൊരു വിഷയത്തിന്റെ ആവശ്യമില്ല. ആത്മാവല്ലല്ലോ, തടിയല്ലയോ. ഇല്ലേ മാം? സന്തോഷമില്ല. മാമന് അറിയാവുന്ന എനിക്കറിയത്തില്ല. ഈ തിരുവല്ലായ്ക്കും കോഴഞ്ചേരിക്കും ഇടയ്ക്ക് എരവേരുന്നൊരു സ്ഥലത്തുനിന്ന് ഓതരയ്ക്ക് പോകുന്നിടത്ത് ഒരു പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ ശവശരീരം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പൊയ്കയിൽ അപ്പച്ചൻ എന്ന് പറയും. ആണ്ടിലൊരിക്കൽ അവരുടെ ആ സഭക്കാരുടെ പെരുന്നാളിന് ഈ ശവശരീരം എക്സ്പോസ് ചെയ്യും. നമ്മൾ എന്തോ ചെയ്താലും പൊയ്കയിൽ യോഹന്നാച്ചന് ഒരു സങ്കടമില്ല, ജീവനില്ല, അല്ലേ? ദുഃഖിക്കുന്ന എപ്പോഴാണ്? only when there is an active spirit. only when there is an active spirit. ആക്റ്റീവ് സ്പിരിറ്റ് ഉള്ളത് ദുഃഖമുള്ളൂ, ഇല്ലാത്തൊരു ദുഃഖമില്ല. ഇനി അവിടെ നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിലും ശമൂവേലിന്റെ പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്ന അത് ഗോഡ് റിഗ്രറ്റഡ് ഡൂയിങ് ദാറ്റ് എന്നാണ്. മനസ്താപമായിരിക്കുന്നു, നോട്ട് ഗോഡ് റിപ്പന്റഡ്. നമ്മള് പാപം ചെയ്തു, പാപബോധം ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുതാപം റിപ്പന്റൻസ് ആണ്. ദൈവം പാപം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്, ദൈവത്തിൽ പാപമില്ലാത്തതുകൊണ്ട് ദൈവത്തിന് പാപം ഏറ്റുവരേണ്ട ആവശ്യമില്ല. റിപ്പന്റൻസ് ഇല്ല. ബട്ട് ഗോഡ് റിഗ്രറ്റ്. എൻ്റെ കാര്യത്തിലായിരിക്കും ദൈവം ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ആകുന്നത്. ചേട്ടാ, ഞാൻ ഇവർ ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ടും ഇവന് ഇച്ചിരൂടെയൊക്കെ വൃത്തിയായിട്ട് ക്ലാസ് എടുക്കാമായിരുന്നല്ലേ. ഞാൻ പറഞ്ഞു കൊടുത്ത ജ്ഞാനവും കൊണ്ടുവിട്ട സ്ഥാപനങ്ങളും പഠിപ്പിച്ചതനുസരിച്ച് ഇവൻ കുറെ കൂടെ ഒക്കെ വൃത്തിയാകേണ്ടതാണ്. ഇവനിപ്പോഴും ആ പരിധി എത്തിയിട്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന് വിഷമം. അത് ഓർക്കുന്നത് എൻ്റെയും വിഷമം അതാണ്.
ഉം, God, I haven't still reached anywhere near your plan about me. ഉം, അത് റിഗ്രറ്റ് ആണ്. ഉം, റിപ്പൻറ്റൻസ് എന്ന് പറയുന്ന പാപത്തെപ്പറ്റിയുള്ള അനുതാപമാണ് വേറൊന്ന്. ഉം, ഇതൊക്കെ സൂക്ഷ്മമായിട്ട് നമ്മൾ മനസ്സിലാക്കി അർത്ഥം വ്യത്യാസം കണ്ടത്. ഉം, അത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് അർത്ഥം വ്യത്യാസം കാണാൻ ആരും ശ്രമിക്കുന്നില്ലാത്തതുകൊണ്ട് ഉം. അത് പോയ Petition വഴി. യെസ്, Okay. ഓക്കെ, Thank you, sir. Thank you. നോ പ്രോബ്ലം. അടുത്തതൊരു ജനറൽ ചോദ്യമാണ്. ഉം. വേദോത്സവമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം. വെളിപ്പാട് പുസ്തകത്തിലെ മൃഗം ബീസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒന്നാണ്, AI. അത് മാമിനെ അറിയത്തില്ല, എനിക്കറിയത്തില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞാൽ എന്തുവാന്നേ എനിക്കറിയത്തില്ലല്ലോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞാൽ എന്താന്നേ എനിക്കറിയത്തില്ല. എനിക്ക് ആകെപ്പാടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞു തോന്നുന്നു. എൻ്റെ ഒരു സ്നേഹിതന് എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി തരുന്നത്, എൻ്റെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ എന്നോട് ചോദിച്ചു, ബാബു സാറിൻ്റെ പ്രൊഫൈൽ, പുള്ളി കുറച്ചൊക്കെ അറിയാം, എൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ അറിയാം. അതൊക്കെ വെച്ച് പുള്ളി ആർട്ടിഫിഷ്യലുകാർ കൊടുത്തു. അത് കഴിഞ്ഞപ്പം അവർ പ്രൊഫൈൽ എഴുതി തന്നു. എൻ്റെ മാം അത് കാണേണ്ട പ്രൊഫൈലാ. എന്തോ ഇടിവെട്ട് പ്രൊഫൈലാന്നറിയോ. ഞാൻ കർത്താവേ, വല്ല മാട്രിമോണി കോളത്തിൽ ഇത് എന്ന് വീണ് പോയി, പിന്നെ എനിക്ക് ഇരിക്കാൻ സമയം കിട്ടത്തില്ല. അതുപോലെ ഉഗ്രം പ്രൊഫൈലാ. ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ, ഈ പറഞ്ഞിരിക്കുന്ന ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. It was a beautiful profile. യാതൊരു ബന്ധവുമില്ല. ഈ റോബർട്ട്, നെയിം ഓഫ് ദ ഓതർ, അദ്ദേഹം ഒരിക്കലേ, അദ്ദേഹം വന്ന് വേറെ ഒരു ഇംഗ്ലീഷ് ജേർണലിസ്റ്റ് ഒരിക്കലേ പത്രത്തിൽ പുള്ളി ഒരു ഫോട്ടോ കൊടുക്കുന്നതിന് വേണ്ടി ഫോട്ടോഗ്രാഫർ എടുത്തിരുന്നു. വിത്ത് ദ ഫോട്ടോഗ്രാഫർ എന്ന ആർട്ടിക്കിളിന്റെ പേര് വായിക്കാവുന്നതാണ്, വിത്ത് ദ ഫോട്ടോഗ്രാഫർ. അപ്പോൾ ഇയാൾ പല സൈഡിൽ ചിരുത്തി അങ്ങോട്ട് ഫോട്ടോ എടുത്തു. എന്നിട്ട് മേടിക്കാൻ ചെന്നപ്പം നല്ല അടിപൊളി സുന്ദര കുട്ടപ്പൻ്റെ ഫോട്ടോ. പുള്ളി പറഞ്ഞു, ചെടിയോ മനുഷ്യ, ഇത് ഞാനല്ല. ഇവിടെ തൻ്റെ ഒറിജിനൽ ഫോട്ടോയ്ക്കകത്ത് തൻ്റെ മൂക്കും കൊള്ളത്തില്ല, ചെവിയും കൊള്ളത്തില്ല, കണ്ണും കൊള്ളത്തില്ല, മുഖത്തെ കൊള്ളത്തില്ല, മോഡിഫൈ ചെയ്തു. ഞാനൊന്ന് വൃത്തിയാക്കി എടുത്താ. പുള്ളി ഓക്കെ ശരിയാ, എന്നെ കാണാൻ വൃത്തിയില്ല, പക്ഷെ അങ്ങനെയല്ല ആൾക്കാർ എന്നെ കണ്ടിട്ടുള്ളൂ, അവർക്ക് എന്നെ അങ്ങനെയല്ല അറിയത്തുള്ളൂ. നീ സൗന്ദര്യം ഉണ്ടാക്കി തന്ന എന്നെ ആൾക്കാർക്ക് അറിയാം, ഞാനെന്നറിയാമോ? വെളിപ്പാട് പുസ്തകത്തിലെ മൃഗങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമുക്കതിനെ വിളിക്കാൻ വേറൊരു പേരില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ഭാഷയിൽ പേരില്ല, അതുകൊണ്ടാണ് മൃഗങ്ങൾ എന്ന് പേരിട്ടത്. വെളിപ്പാട് പുസ്തകത്തിൽ 3 മൃഗങ്ങളുണ്ട്. ഒന്ന് ദ ഡ്രാഗൺ, 2 ദ സീ ബീസ്റ്റ്, 3 ദ ലാൻഡ് ബീസ്റ്റ്. 3 മൃഗങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിലുള്ളത്. ഡ്രാഗൺ, സീ ബീസ്റ്റ്, ലാൻഡ് ബീസ്റ്റ്. ഒന്ന്, സ്വർഗത്തിൽ ഒരടയാളം ഉണ്ടായി. 10 കൊമ്പും 7 തലയും, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മഹാസർപ്പം, തൻ്റെ വാലുകൊണ്ട് നക്ഷത്രങ്ങളിൽ 3-1 വലിച്ച് ഭൂമിയിലിട്ടത് എന്ന് പറയുന്ന മഹാസർപ്പം. അടുത്തത്, ഇതിന് തുല്യമായ വേറൊന്ന് കടലിൽ നിന്ന് കയറി, മഹാസമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. 3 ഒരു ലാൻഡ് ബീസ്റ്റ്. ഈ 3 ബീസ്റ്റാണ് വെളിപ്പാട് പുസ്തകത്തിലുള്ളത്. ഇതിൽ ഒന്നാമത്തേത് ലൂസിഫറും അവൻ്റെ ആളുകളും ചേരുന്ന ഒരു ഡിമോണിക് കോയലീഷൻ. അവരുടെ ഒരു ഡിറ്റോ കോയലീഷൻ ഗവൺമെന്റ് ഈ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്.
അതാണ് ഒന്നാമത്തേത്. ഉം. ആ ഗവൺമെന്റ് നിലവിൽ വന്നപ്പോൾ കാലാകാലങ്ങളിലായി വിശുദ്ധന്മാർ യുദ്ധം ചെയ്തതുകൊണ്ട് ദൈവം അവരെ തോപ്പിച്ചു കളഞ്ഞു. അവർ മെഡിറ്ററേനിയൻ കടലിൻ്റെ അടിയിൽ പോയി ഇപ്പോഴും അവിടെ കിടക്കുക, ദോസ് ഫോഴ്സസ്. ഓക്കെ. ഉം. ഉം. ആ മെഡിറ്ററേനിയൻ കടലിൻ്റെ അടിയിൽ നിന്ന് ഹിസ്റ്റോറിക്കലി പറഞ്ഞ ഇന്ത്യ 2005 ഉം. they got an opening to come back. 2005 ഉം. അത് ഏത് രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടെന്നുള്ളത് എനിക്ക് നമ്മുടെ ഈ ഓപ്പൺ വീഡിയോ പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, ഉം. റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് അത് പറയുന്നില്ല. 2005 ഓക്കെ. ഇനി അധികം താമസിക്കാതെ ഉം. ഇതിൻ്റെ ഒന്നും പേര് നമുക്കിവിടെ പറയാനൊക്കത്തുണ്ടാവും. ഓക്കെ. ഓക്കെ. വേറൊരു റീജിയൻ ബേസ്ഡ് ആയിട്ട് ഉം. ഒരു പൊളിറ്റിക്കൽ കോയിലീഷൻ ഉണ്ടാവും. ഉം. ആ പൊളിറ്റിക്കൽ കോയിലീഷനാണ് ലാൻഡ് ബീസ്റ്റ് എന്ന പേരിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഓക്കെ. ഉം. ഉം. ഇതിൽ കൊമ്പ്, തല, കണ്ണ്, കയ്യ്, കാല്, നഖം, ഇതിനെല്ലാം ഓരോ രാജ്യങ്ങളുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഓക്കെ. ഉം. അപ്പം പൊളിറ്റിക്കലായിട്ട് അനലൈസ് ചെയ്യേണ്ട കാര്യമാണ് ഉം. വെളിപ്പാട് പുസ്തകത്തിലെ 3 മൃഗങ്ങൾ. ഉം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഉം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഉം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നോളജ് എന്നുള്ളതാണ്. അത് എക്സ്പ്ലോഷൻ ഓഫ് നോളജ് എന്ന് പറയുക, അറിവിൻ്റെ പൊട്ടിത്തെറി ഉണ്ടാകുക. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇതും ഒന്ന് പൊളിറ്റിക്കൽ സിസ്റ്റംസ് ആണ്. ഉം. ഉം. 2 മനുഷ്യർ കണ്ടുപിടിച്ച ആർട്ടിഫിഷ്യലായ ഇൻ്റലിജൻസ് സിസ്റ്റം. ഉം. ഇത് രണ്ടാണ്. ഉം. ഇത് രണ്ടും ഒന്നാന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ചിലർക്ക് എല്ലാം ഒന്ന് തന്നെയാണല്ലോ, ചിലർക്ക് എല്ലാം ഒന്ന് തന്നെ, അതുകൊണ്ട് അവർ പറയുന്നതായിരിക്കും. പക്ഷെ നമ്മളൊരു വിസ്ഡം അനാലിസിസ് എന്ന സബ്ജക്റ്റിലേക്ക് പോയാൽ ഉം. they are not and they cannot be one. ഉം. Okay, thank you. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. അടുത്ത ചോദ്യം, പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം 2-ാം വാക്യത്തിൽ ശബത്ത് നാളിൽ വേല ചെയ്യുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണമെന്ന് എഴുതിയിരിക്കുന്നു. ചോദ്യം ഇതാണ്, എന്നാൽ ചില ജോലികൾ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ 24/7 സമൂഹത്തിന് ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ ഡോക്ടർ സർവീസ്, നഴ്സ്, പോലീസ്, ആർമി. അതുപോലെ ശബത്ത് നാളിൽ ആർക്കെങ്കിലും ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അന്ന് ഡോക്ടർ ജോലി ചെയ്യേണ്ടി വരികയില്ലേ? അതുപോലെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന സൈന്യത്തിനും അവരുടെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ വാക്യപ്രകാരം ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ ഇതിന്റെ ഒരു വിശദീകരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ആൻസർ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്താ വിശദീകരണം? എന്തോ ചോദ്യം ചോദിച്ച ആൾ ആൻസർ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ചോദ്യം ചോദിച്ച ആൾ ആൻസർ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളതിൻ്റെ അപ്പുറത്ത് പറയേണ്ടത് അത് പറഞ്ഞു നോക്കിക്കോണേ. ഇതേ ചോദ്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് മറുപടി പറഞ്ഞു. ശബത്തിൽ സാധാരണ വേലയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കെ ശബത്തിൽ മഹാപുരോഹിതൻ ഫുൾ ടൈം ജോലിയാ ദേവാലയത്തിൽ. അതുകൊണ്ട് അതിന് ശബത്തിനെ ബ്രേക്ക് ചെയ്തോ? ഇല്ലല്ലോ. ശബത്തിൽ മഹാപുരോഹിതൻ ഫുൾ ടൈം ജോലി എവിടെ? ആലയത്തിൽ. അതുകൊണ്ട് അയാൾ ശബത്തിനെ ബ്രേക്ക് എന്ന് പറയുന്നുണ്ടോ? ഇല്ല. 2, ശബത്ത് നാളാണ് നമ്മുടെ കുഞ്ഞ് ജനിച്ചതിൻ്റെ 8-ാം ദിവസമെങ്കിൽ അന്ന് അവനെ പരിശോധന ഏൽപ്പിക്കണം. 8-ാം ദിവസം പരിശോധന ഏൽപ്പിക്കണ്ടേ? അത് ശബത്താണെങ്കിൽ തലേദിവസം എടുക്കാൻ പറ്റും, പിറ്റേ ദിവസം അല്ല, അന്ന് തന്നെ ചെയ്യാം. സാവേലയില്ലയോ അല്ലേ? ചെയ്യുന്നല്ലോ. ഇന്ന് ഇസ്രയേൽ നമ്മൾ പോയാൽ ഇന്ന് സെയിം തിങ്. നമുക്ക് കഴിയുന്നിടത്തോളം വേല ഒഴിവാക്കിയിരിക്കുക. ഇസ്രയേലിൽ ഒരു ലിഫ്റ്റിൽ സഹത്തിൽ കയറിയാൽ പ്രസ് ചെയ്യണ്ട, തന്നെ പൊക്കോടും ശവത്തിലേക്ക്. ഓക്കെ.
എല്ലാ സർവീസും ശബത്തിൽ എക്സംഷനാണ്. എന്തുകൊണ്ട് എക്സംഷനായി? ഉം. ശബത്ത് എന്നുള്ളത് ഉം. എന്തിനാണ്? മനുഷ്യന്റെ കഷ്ടതകൾ ലഘൂകരിക്കാനുള്ളതാണ്. ഉം. അതാണ് ശബത്തിൽ കാളയോ കഴുതയോ കണ്ടിട്ട് അഴിച്ചു വിടത്തില്ലയോ? ഉം. അവിടെ കിടക്കണമെന്ന് വിചാരിക്കില്ല, അടിച്ചു വിടണം. 6 ദിവസം കഠിനാധ്വാനം ചെയ്ത മനുഷ്യന് വിശ്രമം. 7ാമത്തെ ദിവസം ഒരു സ്വസ്ഥതയായിട്ടിരിക്കാനാണ് ശബത്ത്, ഉം. അല്ലേ? അപ്പൊ അവൻ സ്വസ്ഥമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നുണ്ടെയാണ് മറ്റവന്മാർ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ സ്വസ്ഥത നശിക്കത്തില്ലയോ? അപ്പൊ അതെ. അവന്മാരവിടെ തടയാനായിട്ട് അലേർട്ടായിട്ട് സൈന്യം നിൽക്കും. ഉം. അമ്മച്ചി സ്വസ്ഥമായിട്ട് ചാപ്പാടിച്ചിരിക്കാൻ തുടങ്ങിയ പെട്ടെന്നൊരു ഗ്യാസ് തുടങ്ങിയ, പക്ഷെ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഉം. കൊണ്ട് ചെന്നപ്പോൾ ഹോസ്പിറ്റലിൽ നേഴ്സും ഇല്ല, ഡോക്ടറും ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കും ഇല്ല. അമ്മച്ചിയുടെ വീട്ടുകാരനും ശിഷ്ടകാരനുള്ള ശബത്തിന്റെ സ്വസ്ഥത പോയി കിട്ടിയല്ലോ. ഓക്കെ. അപ്പൊ എല്ലാ സർവീസും ശബത്തിൽ വർക്ക് ചെയ്യുന്നതും മനുഷ്യന് ശബത്തിൽ റെസ്റ്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഉം. അപ്പോൾ അത് കർത്താവ് തന്നെ പറഞ്ഞു. ശബത്തിന്റെ നിയമം കൊടുത്തപ്പം ദൈവവും പറഞ്ഞു, മോശയും പറഞ്ഞു. ഇത് ക്ലിയറാണ്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു സ്റ്റഡിയോ ടീച്ചിങ്ങോ എക്സ്പ്ലനേഷനോ കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ല. ഉം. എന്നാൽ അതിനെ ഉപേക്ഷയായി വിചാരിക്കരുത്. നമുക്ക് എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. എന്നിട്ട് പിന്നെയും ശബത്തിനെ ഇഗ്നോർ ചെയ്യുന്നു. Yeah. അത് തെറ്റാന്ന് പറഞ്ഞു. ശബത്തിനെ ഇഗ്നോർ ചെയ്യുക അത് തെറ്റാന്ന് പറഞ്ഞു. അതെ അതെ അതെ. ഓക്കെ. ഓക്കെ സർ, താങ്ക് യു. അടുത്ത ചോദ്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശല്യമേറിയതായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അത് ഹവ്വായെ ചതിച്ചു എന്നും എഴുതിയിരിക്കുന്നു. ചോദ്യം ഇതാണ്: വാസ്തവത്തിൽ പാമ്പാണോ, പാമ്പിൽ വ്യാപരിച്ച പിശാചാണോ ഹവ്വയെ ചതിച്ചത്? പിശാചാണ് ചതിച്ചതെങ്കിൽ ദൈവം പാമ്പിനെ ശപിച്ചത് എന്തിന്? നല്ല ചോദ്യമല്ലയോ? ഉം. ഞാനിപ്പോൾ തന്നെ കുത്തിക്കൊല്ലാന്നിരിക്കട്ടെ. കുത്തിക്കൊല്ലാനുള്ള കാര്യം എനിക്ക് ദേഷ്യം വന്നിട്ടാ അതെ. ആണല്ലോ. അപ്പൊ എന്നെ അവനെ കുത്തിക്കൊല്ലാൻ പ്രേരിപ്പിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണോ സാത്താനാണോ? സാത്താനല്ലേ? ഉം. ന്യായവിധി ദിവസത്തിൽ അത് സാത്താൻ ബാബുവിനെ പറഞ്ഞുകൊണ്ട് സാത്താൻ കുത്തിക്കൊന്നതില്ലയോ? ഉം. ബാബു അല്ലല്ലോ, സാത്താനല്ലേ കൊന്നത്. സാത്താന്റെ മേലെ ഇടുക. ഇങ്ങനെയാണ് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കുറ്റകൃത്യത്തിന്റെ പിന്നിൽ ഒരു മനുഷ്യൻ ശിക്ഷിക്കാൻ ഒക്കത്തില്ല. കാരണം എന്താ? സാത്താനാണ്. എൻ്റെ എല്ലാം പിന്നിൽ സാത്താന. അപ്പൊ ഒരു കുറ്റവാളിയും ഇല്ല. ഇനിമേൽ ശിക്ഷിക്കപ്പെടത്തില്ല. കാരണം അതിന്റെ പിന്നിൽ എല്ലാം ആരാണ്? സാത്താന. സാത്താനെ പ്രവർത്തിക്കുവാൻ നീ നിന്നെ തന്നെ വിറ്റ് കളഞ്ഞു. യു ഗേവ് യുവർസെൽഫ് ഓവർ ടു ഡെവിൾ. അല്ലേ? യു ഗേവ് യുവർസെൽഫ് ഓവർ ടു ഡെവിൾ. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആനിമൽസ് ആയിരുന്നു അന്ന്. ആണല്ലോ. ആ ആനിമലിന് പറയത്തില്ലയോ, ദൈവത്തിന്റെ രൂപത്തിൽ സാധനം സൃഷ്ടിച്ച ആ സ്ത്രീയാ, അവരെ വഞ്ചിക്കാണ്ട് നീ എന്നെ വിളിച്ചാൽ ഞാൻ വരത്തില്ല, കാരണം എൻ്റെ സ്ഥിതി പോക്കാകും, നീ വേറെ പണി നോക്ക് എന്ന് പറയാതെ സാത്താൻ പറഞ്ഞിടത്തെല്ലാം പോയി തല വെച്ചു കൊടുത്തു. ഇപ്പോഴും ദൈവമക്കളെന്ന് പറയുന്ന ആൾക്കാരുടെ പ്രോബ്ലമാണ്. ദുഷ്ടൻ വിരിക്കുന്ന വലയ്ക്കകത്തെല്ലാം പോയി കയറും. അതിന് ടെംപ്റ്റേഷൻ എന്ന് പറയും. അതിന് നീ അതിജീവിച്ചില്ലെങ്കിൽ അത്, ഇഫ് യു ഡോണ്ട് ഡിഫീറ്റ് ഇറ്റ്, ഇറ്റ് വിൽ ഡിഫീറ്റ് യു. ടെംപ്റ്റേഷനെ യു ഷുഡ് ഡിഫീറ്റ്. ഇല്ലെങ്കിൽ ടെംപ്റ്റേഷൻ നിന്നെ ഡിഫീറ്റ് ചെയ്യും. അല്ലേ? ഇനി സാത്താനെ ശാസിച്ചോളാൻ നീയോ? നിന്നോട് അവന്റെ സാക്ഷ്യത്തെ കൊണ്ട് തലവകനായെന്ന് പറഞ്ഞു? ഇല്ലല്ലോ. ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പൊ ഇവിടെ ശിക്ഷ ഹവ്വായിക്കും ഉണ്ട്, ശിക്ഷ പാമ്പിനും ഉണ്ട്, രണ്ടിനും ശിക്ഷയുണ്ടല്ലോ. ആന്നു. ഓക്കെ. അടുത്ത ചോദ്യം. 1 ശമൂവേൽ 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ ശൗൽ രാജാവായപ്പോൾ 30 വയസ്സുള്ളവനായിരുന്നു. അവൻ ഇസ്രായേലിൽ 2 സംവത്സരം വാണു എന്ന് കാണുന്നു. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 21-ാം വാക്യത്തിൽ അനന്തരം അവർ ഒരു രാജാവിനെ ചോദിച്ചു,
ദൈവം അവർക്ക് ബെന്യാമീൻ ഗോത്രക്കാരനായ കീശിന്റെ മകൻ ശൗലിനെ 40 ആണ്ടേക്ക് കൊടുത്തു എന്ന് കാണുന്നു. ഈ വ്യത്യസ്തത രണ്ട് ഭാഗത്തും എന്തുകൊണ്ടാണ്? ഒരു ഭയങ്കര പ്രൊഫൗണ്ടായ ഒരു മാറ്റർ ഓഫ് സ്റ്റഡിയാണ്. കാരണം ദൈവം കൊടുത്ത ആ പൊസിഷനിൽ, ആ പരിശുദ്ധാത്മന്റെ അഭിഷേകത്തിൽ ദൈവത്തിന്റെ ദാസനായിട്ട് ശൗൽ 2 വർഷമേ ഭരിച്ചുള്ളൂ. ഓക്കെ. അതിനുശേഷം ദൈവം അവനെ രാജസ്ഥാനത്ത് നീക്കുന്നില്ല. കാരണം വേറെ രാജാവില്ല. മാത്രമല്ല ദൈവം അവന് റിപ്പന്റ് ചെയ്യാൻ ടൈം കൊടുക്കുന്നുണ്ട്. ബാക്കി 38 വർഷവും ഇവൻ എങ്ങനെയാ ഭരിച്ചത്? പരിശുദ്ധാത്മാവിന്റെ ദൈവം അയച്ചിട്ട് ഒരു അശുദ്ധാത്മാവ് ദുരാത്മാവിനിൽ വന്നു അല്ലേ? ആ കിറുക്കൻ അവിടെ നിന്ന് ഭരിക്കുക. പരിശുദ്ധാത്മാവിന് അവന്റെ രാജ്യത്വത്തെ 40 വർഷമായിട്ട് എണ്ണാൻ കഴിയുന്നില്ല. ഇതുപോലെ നമ്മൾ പരിശുദ്ധാത്മ നിയോഗത്തിൽ വളരെ പരിജ്ഞാനത്തോടും വിനയത്തോടും താഴ്മയോടും ദൈവത്തോട് ആലോചന ചോദിച്ച് പ്രാർത്ഥിച്ച് ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് പോകുന്ന നാളുകളും ശുശ്രൂഷകളെല്ലാം ദൈവസന്നിധിയിൽ കൗണ്ട് ചെയ്യപ്പെടും. നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് പോയി പിശാചിന് അടിമത്തം കൊടുത്ത് പിശാചിന്റെ ആളായിട്ട് പ്രവർത്തിക്കുന്ന വർഷങ്ങൾ കൗണ്ട് ചെയ്യപ്പെടുന്നില്ല. നിന്റെ പ്രവൃത്തി ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നതായി കാണുന്നില്ലെന്നാ കൗണ്ട് ചെയ്യുന്നത്. ഇത്ര ഞാൻ പറയാം, നമുക്ക് കേട്ടോണേ. ഇപ്പം നിങ്ങൾ കോളേജിൽ ഒരു സ്റ്റാഫിനെ വെച്ചു, ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എനിക്കറിയാം, ഞങ്ങൾ ഒരു 6 മാസം കൊണ്ട് ഒരു സ്റ്റാഫിനെ ഞങ്ങൾക്ക് ഡിസ്മിസ് ചെയ്യേണ്ടത്. കാരണം ഒരു ക്യാരക്ടർ പ്രോബ്ലം ഉണ്ടായി കോളേജിൽ. കോളേജായിട്ട് പെട്ടെന്ന് ആക്ഷൻ എടുത്തു. വി ഔസ്റ്റഡ് ഹിം ഔട്ട് അല്ലേ? അവന് 6 മാസത്തെ ശമ്പളവും ബെനിഫിറ്റൊക്കെ ഉള്ളൂ. അവൻ അപ്പുറത്ത് പോയി ഒരു ട്യൂഷൻ സെന്റർ നടത്താതിരിക്കട്ടെ, ഇവിടെ പഠിപ്പിക്കുന്നത് ഇതേ സബ്ജക്റ്റ് അവനോട് ട്യൂഷൻ സെന്റർ പഠിപ്പിക്കുന്നത്. അത് യൂണിവേഴ്സിറ്റി അവന്റെ സർവീസ് കാലഘട്ടം കണക്കിടണോ? ഇല്ലല്ലോ. യൂണിവേഴ്സിറ്റി സെർവ് ചെയ്തെന്ന്, ഞങ്ങളുടെ കോളേജ് പഠിപ്പിച്ചെന്ന് സർവീസ് പീരീഡ് കണക്കിടാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഞങ്ങളുടെ സ്റ്റാഫായിട്ടിരുന്ന 6 മാസത്തെ കണക്ക് ചെയ്യാൻ റെഫറൻസ് ഞങ്ങളുടെ ഉള്ളൂ. മറ്റേ അവന്റെ സ്വന്തം ഇഷ്ടപ്പെടാൻ എന്ത് കാണിച്ചതാ? അതിന് നമ്മളുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ 38 കൊല്ലം ഇവൻ കാണിച്ചതിനൊന്നും ദൈവമായിട്ട് യാതൊരു ബന്ധമില്ല. ദുരാത്മാവിൽ ചെയ്ത കാര്യം ഇവിടെ കണക്കാക്കുന്നില്ല. ചെറിയ ചോദ്യം കൂടെ ചോദിച്ചോട്ടെ? പ്ലീസ്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അനന്യാസിന്റെയും സഫീറയുടെയും വിഷയമാണ്. ചോദ്യം ഇതാണ്: അനന്യാസും സഫീറയും അപ്പോൾ തന്നെ മരിച്ചു എന്നാണോ ഹീബ്രു ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതെ, അപ്പോൾ തന്നെ പെടഞ്ഞു വീണു പ്രാണനെ വിട്ടു, അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അവർക്ക് പെട്ടെന്നൊരു തലചുറ്റുണ്ടായി, അപ്പം വെള്ളം കൊടുത്തു, പിന്നെ വെള്ളം തലചുറ്റി ഒഴിച്ചു, അതിൻ്റെ ആംബുലൻസിനെ വിളിച്ചു, ആംബുലൻസ് പെട്ടെന്ന് വന്ന് ആശുപത്രിയിലാക്കി, അവിടെ ഒരാഴ്ച കിടന്നു. ഇങ്ങനൊന്നും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. അതിന്റെ ഒറിജിനൽ സ്ക്രിപ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇമ്മീഡിയറ്റ്ലി അല്ലേ, തീർന്ന. പിന്നെ അങ്ങനെ അല്ലെന്ന് പറയാൻ നമ്മൾ ആരാ? അങ്ങനെ അല്ലെന്ന് പറയാൻ ഞാൻ വേദപുസ്തകം എൻ്റെ ഒറിജിനൽ ഹീബ്രുവിൽ വായിക്കുന്നത് അത് മുഴുവൻ ശരിയെന്ന് തെളിയിക്കാനാ. അവിടുന്ന് ഡൈവേർഷൻ ഉണ്ടായി. നോ 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 തെറ്റാണ്, ഹീബ്രുവിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പറയും. നമ്മൾ ഈ മെനക്കെട്ടിന്റെ ക്ലാസ് എടുക്കുന്നത് തിരുവഴുത്ത് മുഴുവൻ ശരിയെന്ന് തെളിയിക്കാനാ, അല്ല തെറ്റെന്ന് തെളിയിക്കാൻ. തെറ്റല്ലല്ലോ.
അതെ 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 അതെ. ദൈവം തൻ്റെ തിരുവായ കൊണ്ട് അരുളി ചെയ്ത് തൃക്കൈ കൊണ്ട് എഴുതി നമുക്ക് തന്ന തിരുവെഴുത്ത് തെറ്റാണ് തെളിയിക്കാൻ നമ്മളിരിക്കുന്നത്. പണ്ട് ഈ റോമിലെ പോപ്പും ഉം. ഈ പിന്നെ നെപ്പോളിയനും തമ്മിൽ ആർഗ്യുമെൻ്റ് ഉണ്ടായി. ഉം. നെപ്പോളിയന് ഭയങ്കര കണക്ക് ഈ പോപ്പിനോടായിരുന്നു. ഉം. നെപ്പോളിയൻ പോപ്പിനോട് പറഞ്ഞു, നിന്റെ സഭ ഞാൻ പൂട്ടുമെന്ന് പറഞ്ഞു. ഉം. പോപ്പ് ചിരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അച്ഛന്മാരും കന്യാസ്ത്രീകാരും കൂടി ഇത്രയും നാൾ നോക്കിയിട്ട് ഒത്തില്ല. അച്ഛന്മാരും കന്യാസ്ത്രീകാരും കൂടെ പിന്നെയാണോ? ഇത്രയും നാൾ നോക്കിയിട്ട് ഒത്തില്ല, പിന്നെ നീ നോക്കിയാൽ എന്ന് പറഞ്ഞ പോലെ നമ്മൾ തിരുവഴുത്ത് തെളിയിക്കാണ്ടിരിക്കുന്നവരാ. തിരുവഴുത്തിൽ തൽക്ഷണം പ്രാണനെ വിട്ടു. ഹിബ്രുവിലും അങ്ങനെ തന്നെയാണ്, തക്ഷണം Yes, മരിച്ചു. yes, 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 yes. നമുക്ക് വേറെ ഒരു വേർഷനിലും ട്രാൻസ്ലേഷനും വ്യാഖ്യാനത്തിനും ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാവുന്നതാണ് ആ ഭാഗം. ഓക്കെ, ക്ലോസ് ചെയ്യട്ടെ സർ? ധൈര്യമായിട്ടും. Okay. Thank you very much for all the answers of the sessions. പ്രേക്ഷകർക്ക് ഈ സെഷൻ പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നും നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ അയക്കാവുന്നതാണ്. അല്പം താമസിച്ചാലും നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം ഞങ്ങൾ വിലയേറിയതായി കാണുന്നു. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. May God bless you all. Thank you. Thank you very much. Bye.